കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും ക്രമസമാധാന സംവിധാനത്തെയും ഒക്കെ ഒന്നടങ്കം വെല്ലുവിളിച്ചുകൊണ്ട് ഒളിവിൽ കഴിയുന്ന കുപ്രസിദ്ധ കുറ്റവാളി അർജുൻ ആയങ്കി നടത്തുന്ന നാടകീയ നീക്കങ്ങൾ കേരളത്തിൽ വൻ ഭീതിയും കൗതുകവും സൃഷ്ടിക്കുകയാണ്. ആഭ്യന്തരമന്ത്രിക്കും പോലീസ് സംവിധാനത്തിനുമെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന ഫേസ്ബുക്ക് കുറിപ്പിൽ മുട്ടിന് താഴെ വെടിവെച്ചാലും താൻ മുട്ടുകുത്തില്ലെന്ന കടുത്ത പ്രഖ്യാപനമാണ് ഇയാൾ നടത്തിയിരിക്കുന്നത്. വെറും 4 കേസുകൾ മാത്രം അവശേഷിക്കുന്ന തന്നെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ പേരിൽ തീവ്രവാദിയാക്കി ചിത്രീകരിച്ച് വെടിവെച്ചു കൊല്ലാനാണ് അധികൃതർ ഉത്തരവിട്ടിരിക്കുന്നതെന്ന് ആയങ്കി ആരോപിക്കുന്നു. പണ്ട് കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചപ്പോൾ തന്റെ ജീവിതം പൂർണ്ണമായും താറുമാറായെന്നും തന്നെ ഇന്നത്തെ രീതിയിലുള്ള ഒരു തീവ്രവാദിയാക്കി മാറ്റിയത് ഈ ജീർണിച്ച സിസ്റ്റമാണെന്നും ഇയാൾ കുറ്റപ്പെടുത്തുന്നു. താൻ മാനസിക രോഗത്തിലോ മദ്യലഹരിയിലോ അല്ല എന്നും പൂർണ്ണ ബോധ്യത്തോടെയാണ് പ്രതികരിക്കുന്നതെന്നും വ്യക്തമാക്കുന്ന ആയങ്കി തന്നെ മുൻപ് ജയിലിലടച്ച കേസ് പുനരന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു. 6 പേരെ ജയിലിലിട്ട് ദ്രോഹിച്ചവർ ഇതിന് മറുപടി പറഞ്ഞേ മതിയാകൂ എന്നും മുറിവേറ്റവന്റെയും സ്വപ്നങ്ങൾ തകർന്നവന്റെയും വേദന പിന്നീട് വലിയ പകയായി മാറും എന്നും ഇയാൾ മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം പോലീസിന്റെ കണ്ണുവെട്ടിച്ച് തുടർച്ചയായി ശബ്ദ സന്ദേശങ്ങളും ഭീഷണി പോസ്റ്റുകളും പ്രചരിപ്പിക്കുന്ന ഇയാളെ പിടികൂടാൻ പോലീസ് അന്വേഷണ സംഘം വലക്കണ്ണി മുറുക്കിയിരിക്കുകയാണ്. മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ പ്രത്യേക അന്വേഷണ സംഘം 3 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് സംസ്ഥാനമൊട്ടാകെ വ്യാപകമായ തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനിടെ കൊച്ചിയിൽ ഇയാൾക്ക് സുരക്ഷിതമായ ഒളിത്താവളം ഒരുക്കിക്കൊടുത്ത് കണ്ണൂർ സ്വദേശികളായ 2 സുഹൃത്തുക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്നാൽ ആയങ്കി നിലവിൽ എങ്ങോട്ടാണ് കടന്നത് എന്ന കാര്യത്തിൽ ഇവർക്കും കൃത്യമായ വിവരമില്ല. അതിനിടെ താൻ തൃശൂർ വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്തുണ്ടെന്ന് ഇയാൾ സോഷ്യൽ മീഡിയയിലൂടെ വെല്ലുവിളിച്ചതിന് തൊട്ടു പിന്നാലെ ഇയാളുടെ സഹോദരൻ അഖിലിനെ തൃശൂർ വടക്കുംനാഥ ക്ഷേത്ര പരിസരത്തു നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. സഹോദരനെ നിലവിൽ തൃശൂർ പോലീസ് ക്യാമ്പിലെത്തിച്ച് അതീവ രഹസ്യമായി ചോദ്യം ചെയ്തു വരികയാണ്. അർജുന്റെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ തൃശൂർ നഗരപരിധിയിൽ കാണിച്ചതിനെ തുടർന്ന് സിറ്റി പോലീസ് നഗരം ഇന്നലെ അരിച്ചു പെറുക്കി പരിശോധന നടത്തി. പക്ഷേ പ്രതിയെ കണ്ടെത്താൻ സാധിച്ചില്ല. പ്രതി സഞ്ചരിച്ച ആഡംബര വാഹനം തൃശൂരിലെ പാലിയേക്കര പന്നിയങ്കര ടോൾ പ്ലാസകൾ വഴി കടന്നു പോകുന്നതിന്റെ വ്യക്തമായ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു. എന്നാൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇയാളുടെ ഫോൺ മറ്റാരെങ്കിലും കൈവശം വെച്ച് യാത്ര ചെയ്യുകയാണോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. മുൻപ് എറണാകുളത്തിരുന്നാണ് ഇൻസ്റ്റഗ്രാമിൽ ഭീഷണി പോസ്റ്റുകൾ പങ്കുവച്ചതെന്നും കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് കോതമംഗലത്തെ റിസോർട്ടിൽ വെച്ച് കരുതൽ തടങ്കലിൽ എടുത്തതിന്റെ വൈരാഗ്യത്തിലാണ് കോതമംഗലം ഊന്നുകൽ SHOമാരെ ഇയാൾ പരസ്യമായി ഭീഷണിപ്പെടുത്തിയത്. സംഭവത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെയാണ് ഇയാൾ നാടുവിട്ട് ഒളിവിൽ പോയത്. അറസ്റ്റ് തടയാനായി സുപ്രീം കോടതിയെ സമീപിക്കാനും ഇയാൾ നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. നിയമലംഘനം നടത്തുന്ന അർജുൻ ആയങ്കിയെ എന്താണ് ചെയ്യേണ്ടതെന്ന് പോലീസിന് നന്നായി അറിയാമെന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് ശക്തമായി പ്രതികരിച്ചത്. എന്നാൽ പോലീസിന്റെ ഭീഷണി നിലനിൽക്കുമ്പോഴും ഇയാൾ സോഷ്യൽ മീഡിയയിൽ നാടകങ്ങൾ തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ തനിക്കെതിരെയുള്ള കേസ് നടത്തിപ്പിനായി വലിയ തുക ഫണ്ടായി വേണമെന്നാവശ്യപ്പെട്ട് QR കോഡ് സഹിതമാണ് ഇയാൾ ഇൻസ്റ്റഗ്രാമിലെത്തിയത്. ജനപ്രിയ സിനിമാ ഗാനം പശ്ചാത്തലമാക്കി കയ്യിൽ നയാ പൈസ ഇല്ലെന്നും പൊതുജനങ്ങൾ ഉദാരമായി സഹായിക്കണമെന്നും ഇയാൾ അഭ്യർത്ഥിക്കുന്നുണ്ട്. താൻ തൃശൂർ റൗണ്ടിൽ ഒരു മരത്തിന് ചുവട്ടിൽ ഇരിക്കുകയാണെന്ന് വാർത്തകൾക്ക് താഴെ കമന്റ് ചെയ്തും ഇയാൾ അധികാരികളെ പരിഹസിക്കുന്നത് തുടരുകയാണ്.